ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ ഇറാൻ വെടിവെച്ചിടുന്നു. അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ അവർ ആ ഒരു വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ഇജക്റ്റ് ചെയ്യുകയും പിന്നീട് അവിടെ എവിടെയോ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു വലിയ സൈനിക വിഭാഗവുമായിട്ട് എത്തുന്നു. ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിടയിൽ അമേരിക്കയ്ക്ക് ഒരു F-16 നഷ്ടപ്പെടുന്നു, 2 UH-60 ബ്ലാക്ക് ഹോക്ക് ഡാമേജ് ആവുന്നു, 2 C-130 ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. എന്ന് വെച്ചാൽ വലിയ 2 വിമാനങ്ങൾ, പട്ടാളക്കാരെയും സൈനിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങളെയും ഒക്കെ വഹിക്കാൻ ശേഷിയുള്ള 2 ഭീമാകാരമായ 2 C-130 വിമാനങ്ങൾ തകർക്കപ്പെടുന്നു. MH-6 ലിറ്റിൽ ബേർഡ് എന്ന് പറയുന്ന അവരുടെ ഒരു ഹെലികോപ്റ്റർ തകർക്കപ്പെടുന്നു. ഏട്ടൺ വാർത്തോഗ് എന്ന് പറയുന്ന വിമാനം തകർക്കുന്നു. ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ കൂടി തകർക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ അമേരിക്കൻ വിമാനങ്ങളും ആയുധങ്ങളും അടങ്ങുന്ന ഒരു ശവപ്പറമ്പ് ഇറാനിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ ഊഹം കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല. ശരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അതിനൊപ്പം തന്നെ ഇറാൻ സൈന്യത്തിന്റെ നാട്ടുകാരുടെ സെൽഫികൾ അടക്കം വന്നിട്ടുണ്ട്. ഇതിന് സ്ഥിരീകരണവുമുണ്ട്. അമേരിക്ക ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയെന്നും വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് അമേരിക്കയുടെ 2 പൈലറ്റുമാരെയും രക്ഷിച്ചു എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. 2 രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത് റെസ്ക്യൂ ഓപ്പറേഷനിടയിൽ ഒരുപാട് നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി. അപ്പോൾ ഒരുപാട് ആക്രമണം, പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഈ ഇറാനിലെ സൈന്യം മാത്രമല്ല, ഒരുപാട് ട്രൈബ്സ് ഉണ്ട്, ആയുധധാരികളായിട്ടുള്ള ഈ ഗ്രാമങ്ങളിലുള്ള പോരാളികളുണ്ട്. ഇവരുടെ ആക്രമണം കൂടി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഈ അമേരിക്കൻ ആയുധങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത വിധം പലതും തകർക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവശേഷിച്ചവയെ അമേരിക്ക തന്നെ അവിടെ കൂട്ടിയിട്ട് ബോംബിട്ട് കത്തിച്ചു കളഞ്ഞു എന്ന ഒരു വാദമാണ് അമേരിക്കൻ അനുകൂല ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയത്ത് ഇറാന്റെയും ഇറാൻ അനുകൂല സംഘടനകളും മിലിറ്റന്റ് ഗ്രൂപ്പുകളും ചേർന്ന് അടിച്ചൊതുക്കിയതാണെന്നും എല്ലാത്തിനെയും തകർത്തതാണെന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള ആളുകളെയും കൊണ്ട് തങ്ങൾ അവിടെ നിന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് അമേരിക്ക പറയുമ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം, ഒരു സിംഗിൾ ഡേയിൽ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ഇത് എന്നാണ് പരക്കെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഇത് റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും ആയിരുന്നില്ല, ഈ US എയർമാനെ റെസ്ക്യൂ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന എൻറിച്ച്ഡ് യുറേനിയം കൊണ്ടുപോകാൻ വേണ്ടി മോഷ്ടിക്കാനായിട്ട് അമേരിക്കൻ ഭരണകൂടം നടത്തിയ ഒരു ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെട്ടത് എന്നാണ് ഇറാൻ പറയുന്നത്. 2-3 കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് വ്യക്തമായും കാണേണ്ടതുണ്ട്. ഒന്ന്, അമേരിക്ക ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷനിൽ അമേരിക്ക പറയുന്നത് 2 അവരുടെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അവർ റെസ്ക്യൂ ചെയ്തു എന്നാണ്. ശരിയായിരിക്കാം, റെസ്ക്യൂ ചെയ്തിട്ടുണ്ടാവാം. 3, വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചു. മേൽപ്പറഞ്ഞ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ നഷ്ടമായി. ഇതെല്ലാം തന്നെ ഇറാനില് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദൃശ്യങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത് മാത്രമല്ല എന്നും ഇതിനേക്കാൾ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചു എന്നുമാണ് ഇറാൻ മിലിറ്ററി പറയുന്നത്. വേറെയും പല അമേരിക്കൻ എയർക്രാഫ്റ്റുകളും എമർജൻസി ലാൻഡിംഗ് നടത്തിയെന്നും അവയിൽ പലതും ഇറാന്റെ സൗത്തേൺ പാർട്സിലായിരുന്നു ഈ ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തുന്നത്. അതിനുശേഷം അമേരിക്ക തന്നെ ഇതിനെ തകർത്തിരിക്കാം, ഭയങ്കരമായിട്ട് ബോംബിട്ട് തകർത്തിരിക്കാം. കാരണം ഈ അവിടെ ഡാമേജ് ആയിട്ട് വീഴുന്ന അവരുടെ എയർക്രാഫ്റ്റുകളോ ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങളോ ഇറാന്റെ കൈവശമോ അല്ലെങ്കിൽ നാളെ ചൈനയുടെയോ റഷ്യയുടെയോ കൈവശമോ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്നെ അതിനെ നശിപ്പിച്ചിട്ടുണ്ടാകും എന്നും ഇറാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഏതാനും ദിവസങ്ങൾക്കിടയിൽ അമേരിക്ക വലിയൊരു ഓപ്പറേഷന് ശ്രമിച്ചു. ആ ഓപ്പറേഷൻ പാളിപ്പോയി. ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം, ഈ യുറേനിയം ഏതാണ്ട് 400 കിലോയുടെ മുകളിൽ വരും. ഏകദേശം 60% മുകളിൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഇറാന്റെ കൈവശമുള്ളത്. അപ്പൊ ഇത് തൽക്കാലം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഇത് ഞങ്ങളുടെ വലിയ വിജയമാണെന്ന് കാണിച്ച് തടിയൂരാനായിരുന്നിരിക്കണം അമേരിക്ക ശ്രമിച്ചത്. ഇത് പാളിപ്പോയി എന്ന് മാത്രമല്ല, $400 മില്യൺ നഷ്ടം, ഏറ്റവും കുറഞ്ഞത് നിലവിൽ വന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് സമീപകാലത്ത് US ഒരു ദിവസം നേരിട്ട ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ വൈകാരികമായി പച്ചത്തെറിയൊക്കെ വിളിച്ചുകൊണ്ട് തനി നാടനായിട്ട്, എന്ന് വെച്ചാൽ ആ ഉടുത്തിരുന്ന കുപ്പായമൊക്കെ ഊരി വെച്ച് മാന്യതയുടെ മുഖം മൂടിയൊക്കെ അങ്ങോട്ട് അഴിച്ചു വെച്ച് തനി തറയാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് പച്ചത്തെറി വിളിച്ച് തൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തത്. അതുകൊണ്ടാണ് വലിയ നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.